ഈ ശൈലജ ടീച്ചറെ മറ്റന്നാൾക്ക് പേരാവൂരിലേക്ക് മാറ്റിയപ്പോൾ ഒരു പ്രധാന ടീച്ചറെ പാർട്ടിയുടെ ഇടുന്നതിന് വേണ്ടിയാണ് അങ്ങനൊരു നടപടി എന്നൊക്കെ അതിനുള്ളൊരു മറുപടി ആയിരുന്നു. അതെല്ലാം പാർട്ടി ശത്രുക്കൾ പറഞ്ഞ് പരത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിനനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി അംഗീകരിച്ച പൊതുനയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് ഞാനൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറി നിന്ന് ഞാൻ 3 ടേമായി. ആ 3 ടേമായി ഞാൻ തന്നെ പിന്നെയും മത്സരിക്കണമെന്ന് പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളൂ? ഞാനതിൽ നിന്നും 2 ടേം എന്നുള്ള പാർട്ടിയുടെ നിലപാട് അംഗീകരിച്ചു. അതുപോലെ ഒരുപാട് ആളുകൾ ആ സമയത്ത് മാറി. ഇപ്പോഴും അങ്ങനെ ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ചില മണ്ഡലങ്ങളിൽ നമ്മൾ ജയിച്ചു വരാൻ, ഇപ്പോൾ നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ നമുക്ക് ചില സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതായി വരും. അവർക്ക് പരിഗണന കൊടുക്കേണ്ടി വരും. അങ്ങനെ പരിഗണന കൊടുത്ത് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടി ആലോചിച്ചു. കാരണം ടീച്ചറുടെ ജന്മനാടാണ് പേരാവൂർ. അതുകൊണ്ട് തന്നെ അവർ പഠിച്ചു വളർന്ന് ഉള്ള നാടാണ്. അതുകൊണ്ട് തന്നെ നല്ല ബന്ധങ്ങളുള്ള നാടാണ്. അതുകൊണ്ട് ഇന്നത്തെ നിലയിൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ടീച്ചർ അവിടെ നിശ്ചയിച്ചത്. അതിനെ ഈ ഭയമുള്ളവരാണ് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. UDFകാർക്ക് വല്ലാത്ത ഭയം വന്നു. അവരിത് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഞങ്ങൾ ടീച്ചറെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് MP ആക്കിയതുപോലെ പേരാവൂരിലും ഞങ്ങൾ ടീച്ചറെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് MLA ആക്കി മന്ത്രിയാക്കും. ഇതാണ് ചിറ്റപ്പം പറയുന്നത്. എങ്ങനെ 2024 ഷാഫി പറമ്പിലിനെതിരെ വടകരയിൽ ടീച്ചറെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് MP ആക്കി ഡൽഹിക്ക് അയച്ചതുപോലെ 2026 നിയമസഭയിലേക്ക് പേരാവൂരിൽ നിന്ന് സണ്ണി ജോസഫിനെതിരെ പേരാവൂരിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ച് മന്ത്രിയാക്കും. കേൾക്കാൻ എന്തൊരു രസമാണല്ലേ. സഖാക്കൾക്ക് ഇപ്പോഴും വടകരയുടെ MP ആരാ? KK ശൈലജയാ. KK ശൈലജയാ വടകരയുടെ MP. ഏത് MP? തോറ്റ MP അല്ലേ? ഇവരങ്ങനെയാണല്ലോ. മറ്റേ സമ്പത്ത്, സമ്പത്ത്, ഇവരുടെ നേതാവുണ്ടല്ലോ, സമ്പത്ത് വാഹനത്തിൻ്റെ മുന്നിൽ ex-MLA. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആരെങ്കിലും അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടോ? വാഹനത്തിൻ്റെ മുന്നിൽ ex-MLA. നമ്മൾ പറയുമ്പോൾ പറയും മുൻ MLA ആയിരുന്ന വ്യക്തി എന്നൊക്കെ. പക്ഷെ വാഹനത്തിൻ്റെ മുകളിൽ ex-MLA എന്ന് ബോർഡ് വെച്ച ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ ex-MLA എന്ന് സമ്പത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ വടകരയുടെ തോറ്റ MP ആണ്. ശൈലജയുടെ വാഹനത്തിന് മുമ്പിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? MP എന്നാ. പക്ഷെ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വടകരയിലെ തോറ്റ MP എന്ന്. അതുപോലെ പേരാവൂരിലെയും തോറ്റ MLA ആയിട്ട് ശൈലജ നിയമസഭയിലേക്ക് പോകുമെന്നാണ് സഖാക്കൾ പറയുന്നത്. ശരിയാണ്, ഇവർ ശൈലജയെ MLA ആക്കിയിട്ടല്ല നിയമസഭയിലേക്ക് പറഞ്ഞു വിടുന്നത്. മറിച്ച് ഗ്യാലറി ഉണ്ടല്ലോ, നിയമസഭയിൽ ഗ്യാലറി ഉണ്ട്. മാധ്യമങ്ങൾക്ക് അതുപോലെ കാണികൾക്ക് വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കാനുള്ള ഗ്യാലറി നിയമസഭക്കകത്തുണ്ട്. ആ ഗ്യാലറിയിൽ പോയിരിക്കും പേരാവൂരിൽ തോറ്റിട്ട് KK ശൈലജ എന്ന് പറയുന്ന ഫ്രോഡ്. മനസ്സിലായോ? സഖാക്കൾ മത്സരത്തിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുൻപ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? സണ്ണി വക്കീലിനെ, KPCC പ്രസിഡന്റ് സണ്ണി വക്കീലിനെ കേരളത്തിൽ തോൽപ്പിക്കാൻ പറ്റിയ ഒരേ ഒരു വ്യക്തി അത് ശൈലജ മാത്രമാണ് എന്നാണ് ആര് പറഞ്ഞേ? നമ്മളെ AI ഗോവിന്ദൻ. MV ഗോവിന്ദനല്ല, AI ഗോവിന്ദൻ. AI ഗോവിന്ദൻ പറഞ്ഞത് കേരളത്തിൽ സഖാക്കൾക്കിടയിൽ സണ്ണി വക്കീലിനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരേ ഒരാളുള്ളൂ, അത് ശൈലജയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ചിറ്റപ്പം പറയുന്നത് എന്താ? ചിറ്റപ്പം പറയുന്നത് ഞങ്ങൾ വടകരയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് MP ആക്കി ഡൽഹിക്ക് പറഞ്ഞയച്ചതുപോലെ ശൈലജയെ ഞങ്ങൾ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് പറഞ്ഞേക്കും. പക്ഷേ നിയമസഭയിൽ എവിടെ ഇരിക്കുക? പ്രതിപക്ഷ ബെഞ്ചിലാണോ? അല്ല. ട്രഷറി ബെഞ്ചിലാണോ? അല്ല. പിന്നെ എവിടെ ഇരിക്കും ശൈലജ? ഗ്യാലറിയിലിരിക്കും. എന്താ കാര്യം? പേരാവൂരിൽ നിന്ന് തോറ്റിട്ടാണ് എവിടേക്ക് പോകുന്നത്? നിയമസഭയിലേക്ക് പോകുന്നത്. നിയമസഭയിലേക്ക് MLA മാർക്ക് മാത്രമല്ല പോകാൻ കഴിയുന്നത്, ആർക്ക് വേണമെങ്കിലും പോകാം.
പക്ഷേ ഇരിപ്പിടം വ്യത്യാസമുണ്ട്. MLA മാർ ഒന്നില്ലെങ്കിൽ ട്രഷറി ബെഞ്ചിലിരിക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കും. പക്ഷേ മറ്റുള്ളവരെവിടെ ഇരിക്കുക? ഗ്യാലറിയിലിരിക്കും. ശൈലജ എവിടെ ഇരിക്കും? ഗ്യാലറിയിലിരിക്കും. ശൈലജ വടകരയിൽ നിന്ന് ജയിച്ചിട്ട് അല്ല, സഖാക്കൾക്ക് വിജയിച്ചതാണ് കേട്ടോ. എവിടേക്കാണ് പോയത്? ഡൽഹിക്കല്ല പോയത്, മട്ടന്നൂരിലേക്കാണ് പോയത്. അപ്പോൾ ആ ശൈലജയെ ഞങ്ങൾ നിയമസഭയിലേക്ക് അയക്കുമെന്നാണ് ആര് പറയുന്നത്? ചിറ്റപ്പം പറയുന്നത്. സംഭവം ശൈലജയെ ഒതുക്കിയതാ. ശൈലജയെ ഒതുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ശൈലജ കഴിഞ്ഞ പ്രാവശ്യം 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആദ്യത്തെ ടേം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശൈലജ ഒരു മുഖ്യമന്ത്രി കുപ്പായൊക്കെ തയ്ച്ച് അതൊക്കെ ഇട്ട് PR വർക്കൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ വിലസുകയായിരുന്നു. ആര്? കെ ശൈലജ. അന്ന് പിണറായി കരുതിയതാ ഒരു പണി കൊടുക്കണം, ഒരു പണി, എന്നെക്കാളും വലുത്, രാജാവിനേക്കാൾ വലിയ അടിമയോ എന്നാണ് പിണറായി അന്ന് ചോദിച്ചത്. ഒരു പണി കൊടുക്കണം എന്ന് കരുതി. അങ്ങനെയാണ് ഇപ്രാവശ്യം വന്നപ്പോൾ നേരെ പേരാവൂരിലേക്ക് തട്ടി. മനസ്സിലായല്ലോ? ഇനി എന്താ? ഇനിയിപ്പോൾ ഒരു 5 വർഷക്കാലത്തേക്ക് ശൈലജയ്ക്ക് വേറെ അധികാരങ്ങളൊന്നും ഉണ്ടാവില്ല. വീട്ടിലിരിക്കേണ്ടി വരും, പണിയൊന്നും എടുക്കേണ്ടി വരില്ല. പിന്നെ പാർട്ടിയിലെ ഈ കമ്മിറ്റിക്ക് പോയാൽ മതി. അത് പിന്നെ ശൈലജ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായതുകൊണ്ട് എന്താണ്, അങ്ങോട്ട് പോയാൽ മതി. എവിടെ പോണ്ട? തിരുവനന്തപുരത്ത് പോണ്ട. പിന്നെ ഇവരെല്ലാം അങ്ങനെയാണല്ലോ. കണ്ണൂരിൽ നിന്ന് കുറേ ആൾക്കാർ കണ്ണൂരിൽ യോഗം ചേർന്നാൽ ജില്ലാ കമ്മിറ്റി, അവർ തന്നെ തിരുവനന്തപുരത്ത് യോഗം ചേർന്നാൽ സംസ്ഥാന കമ്മിറ്റിയായി. ഇതേ ആളുകൾ ഡൽഹിയിൽ പോയി യോഗം ചേർന്നാൽ അത് അഖിലേന്ത്യാ കമ്മിറ്റിയായി. അങ്ങനെയാണ് ഇവരുടെ കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇവർക്ക് പിന്നെ ഈ അഖിലേന്ത്യ എന്നുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചതാരാ? കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാർ കേരളത്തിന് പുറത്തുള്ള ചില സ്ഥലത്തൊക്കെ മത്സരിപ്പിച്ച് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് അങ്ങനെ ഒരു ദേശീയ പാർട്ടി എന്നുള്ള ലേബലിൽ ഇപ്പോഴും അങ്ങനെ പോകുന്നു കോൺഗ്രസിൻ്റെ സഹായം കൊണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ശൈലജയെക്കുറിച്ചാണ്. ശൈലജയും കണക്കാ ഇവരുടെ എല്ലാവരും ഫ്രോഡിൻ്റെ കാര്യത്തിൽ, ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന കാര്യത്തിൽ ഒന്നിനൊന്ന് മെച്ചാ. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആരാ? അത് വിജയനാ. 2ാം സ്ഥാനത്താരാ? അതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ശൈലജയാ. അല്ലേ? ശൈലജയും വിജയനും കൂടി കാട്ടിക്കൂട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയല്ലേ? നമ്മളെ 2021 ആ കോവിഡ് ഇങ്ങനെ കത്തി നിൽക്കുക, ജനങ്ങളൊക്കെ പുറത്തിറങ്ങാൻ പറ്റൂല, റേഷൻ വാങ്ങാൻ പോകാൻ പറ്റില്ല, സാധനം വാങ്ങാൻ പോകാൻ പറ്റില്ല, മണ്ണെണ്ണ വാങ്ങാൻ പോകാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല, വീട്ടിലിരിക്കണം. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കത്ത് വേണം. അങ്ങനെ വീട്ടിലിരുത്തി ജനങ്ങളെയൊക്കെ, എല്ലാവരും വീട്ടിൽ, മാസ്ക് വേണം, സാനിറ്റൈസർ വേണം, പോലീസ് മറ്റേ ഡ്രോണ് പറത്തുക ആരെങ്കിലും എവിടെയെങ്കിലും പുറത്തുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ജനങ്ങളെ അടിച്ച് മൂലക്കിരുത്തി, വീട്ടിലിരുത്തി, ജനം വീട്ടിലിരുന്ന്. ആ സമയത്ത് ശൈലജയും വിജയനും കൂടിയിട്ട് ഇപ്പുറത്ത് അടിച്ചു മാറ്റില്ല പരിപാടി. ആരും ഇല്ലല്ലോ, പുറത്താരും ഇല്ലല്ലോ, അടിച്ചു മാറ്റുക. അങ്ങനെയാണ് നമ്മളെ മാസ്കും PP കിറ്റും ഒക്കെ വാങ്ങിയത്. മാസ്കും PP കിറ്റ് അന്ന് 500 രൂപയ്ക്ക് കിട്ടുമായിരുന്നു മാർക്കറ്റിൽ. എല്ലായിടത്തും സപ്ലൈസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ആവശ്യക്കാർക്കൊക്കെ കിട്ടുമായിരുന്നു. 500 രൂപ കൊടുത്താൽ മതിയായിരുന്നു. എന്നിട്ടോ ശൈലജ വാങ്ങിയത് 1500-ന്. 500 രൂപ കിട്ടുന്ന സാധനം, മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള സാധനം, ഒരു ഡിമാൻഡും ഇല്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഔട്ടൊന്നും ഇല്ലാത്ത സാധനം. ആ സാധനം 500 രൂപയ്ക്ക് മാർക്കറ്റിൽ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും അവൈലബിളാണ്. പക്ഷേ ശൈലജ വാങ്ങിയത് 1500-ന്. അങ്ങനെ 50 കോടിയാണ് അടിച്ചു മാറ്റിയത്. 50 കോടി. ആരൊക്കെ? വിജയനും ശൈലജയും. ജനങ്ങളെല്ലാവരെയും പേടിപ്പിച്ച് വലിയ നിയമമൊക്കെ ഇറക്കി, ആരും പുറത്തിറങ്ങരുത്, മുള്ളാൻ പോലും പുറത്തിറങ്ങാൻ പറ്റൂലായിരുന്നു. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അങ്ങനെ ജനങ്ങളെ പീഡിപ്പിച്ച് ഭയപ്പെടുത്തി വീട്ടിലിരുത്തി ഭീഷണിപ്പെടുത്തി ജനങ്ങളെല്ലാവരും വീട്ടിലാണെന്നുള്ളത് കണ്ടപ്പോൾ ശൈലജയും വിജയനും കൂടി ചാക്കെടുത്തിറങ്ങി കക്കാനെ. അങ്ങനെ കട്ടിട്ട് അടിച്ചു മാറ്റിയത് 50 കോടി ഉറുപ്പ്യാണ്. 50 കോടി ഉറുപ്പ്യ. അതാ ഞാൻ പറഞ്ഞത്, ഈ ഫ്രോഡ് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ഇവരെ കഴിച്ചിട്ട ആളുകളുള്ളൂ. അതിൽ ഇവർ തമ്മിലൊരു മത്സര, ആരാണ് ഏറ്റവും നന്നായി ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നത് എന്ന്. മനസ്സിലായോ? അങ്ങനെ മത്സരത്തിൽ 1ാം സ്ഥാനത്താരാ? വിജയൻ. 2ാം സ്ഥാനത്ത് ശൈലജ. അപ്പോൾ 3ാം സ്ഥാനത്തുള്ള ചിറ്റപ്പന് തോന്നുകയാണ്, അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, ശൈലജയെ നമുക്ക്
മൂന്നാം സ്ഥാനത്തേക്ക് തട്ടണം, ഞാൻ 2ാം സ്ഥാനത്ത് എത്തണം. അങ്ങനെ ശൈലജൻ എന്താക്കി, മട്ടന്നൂരിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്ന് എവിടെ ഇട്ട്, പേരാവൂരിലിട്ട്. പേരെന്താ, സണ്ണി വക്കീലിനെ തോൽപ്പിക്കാൻ പോകുന്നു. വടകരയിൽ മത്സരിപ്പിച്ചവരും മുഹമ്മദ് റിയാസ് എന്താ പറഞ്ഞേ, കേരളത്തിൽ ശൈലജയെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാലും പറ്റൂല. ശൈലജ അങ്ങോട്ട് കോൾമയിര് കൊണ്ടിട്ടേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പെട്ടി തുറന്ന് പൊട്ടിച്ചെണ്ണിയപ്പോഴോ 1,15,575 വോട്ടുകൾക്ക് 8 നിലയിൽ പൊട്ടി. 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ശൈലജക്ക് ഉറക്കമുണ്ടായിട്ടില്ല. പിന്നെ ശൈലജ ഉറങ്ങിയത് എപ്പോഴാ, ഈ ഇപ്പോൾ 2026 ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ട് പേരാവൂരിൽ പ്രചരണത്തിന് ഇറങ്ങിയില്ലേ, അതിന് ശേഷമാണ് ഉറങ്ങിയത്. അതെന്താ ഉറങ്ങാൻ കാരണം, ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടല്ല, മറിച്ച് ഈ നല്ല വെയിലായിരുന്നല്ല, ചൂട് ഇങ്ങനെ കത്തി നിൽക്കുകയായിരുന്നല്ലേ. അപ്പോൾ ആ ചൂടും വെയിലൊക്കെ കൊണ്ടിട്ട് രാവിലെ ഇറങ്ങിയ വൈകുന്നേരം വരെ ഈ വെയിൽ കൊള്ളുകയായിരുന്നല്ല പരിപാടി. അപ്പോൾ ഇതൊക്കെ പാടെ നല്ല ടയേർഡാകും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര ക്ഷീണം. ആ ക്ഷീണമായിട്ട് പോയി ഒന്ന് കുളിച്ചങ്ങ് കിടന്നു കഴിഞ്ഞാൽ വെട്ടിയിട്ട വാഴ പോലെ ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഈ ഷാഫിയുടെ മോന്ത ഷാഫി പേരാവൂരിലും പോയി. ഷാഫി പോയി ഒരു റോഡ് ഷോ നടത്തിയല്ലോ. ആ ഷാഫിയും സണ്ണി വക്കീലും തമ്മിലുള്ള ആ റോഡ് ഷോ, ഇപ്പോൾ ശൈലജയുടെ മനസ്സിലേക്ക് വരുന്ന ആ റോഡ് ഷോയിൽ ആ ജീപ്പിൽ സണ്ണി വക്കീലും ഷാഫിയും കൂടി നിൽക്കുന്ന ആ ചിത്രമാണ്. ഉറക്കമുള്ളതും പോയി. എന്താ കാര്യം, വടകരയിൽ തോറ്റു. വടകരയിൽ തന്നെ തോൽപ്പിച്ച വ്യക്തി പേരാവൂരിൽ വന്നിട്ട് തന്നെ തോൽപ്പിച്ചു. ഡബിൾ പ്രഹരം, ഇരുട്ടടി എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഉറക്കം കൂടി പോയി. ഇനിയിപ്പോൾ വെയിലൊന്നും കൊള്ളാനില്ലല്ലോ, ഇനിയിപ്പോൾ വീട്ടിലിരുന്നിട്ട് ഇത് തന്നെ ഒരു ആലോചനയായിരിക്കും. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ മെയ് 4 കൂടി കഴിഞ്ഞാൽ ശൈലജയുടെ ഇനിയിപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഡോക്ടർമാരെ കാണിച്ച് ഡോക്ടർമാർ പറഞ്ഞ് ഉറക്കം ശരിയാക്കിയാലേ ഇതൊക്കെ ശരിയാകൂ, ഇതിന് മരുന്നൊന്നും വേണ്ടാന്ന്. അങ്ങനെ എന്താക്കി, ഗോവിന്ദൻ നമ്മളെ പയ്യന്നൂരിലെ ജോത്സ്യൻ്റെ അടുത്ത് പോയി. എന്തിനാ, ചരട് മന്ത്രിക്കാൻ, ഉറക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ല. ജോത്സ്യം പറഞ്ഞു രക്ഷയില്ല, ഇനിയിപ്പോൾ ചരട് ആര് തരണം, ചരട് ഷാഫി തന്നാലേ ശരിയാവുള്ളൂ എന്ന്. അത് പറ്റുമോ? അത് പറ്റൂല. ശൈലജയുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. ഷാഫി കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഷാഫി എന്ത് പറഞ്ഞ്, എൻ്റെ അടുത്ത് വന്നിട്ട് ഡയറക്റ്റ് ആളെ പറഞ്ഞു വിട്ടാൽ കൊടുക്കൂല, ഡയറക്റ്റ് വന്നാലാ കൊടുക്കുള്ളൂ എന്ന്. അത് ശൈലജയുടെ ഈഗോ സമ്മതിച്ചതുമില്ല. ഇനിയിപ്പോൾ എന്താക്കേണ്ടി വരും, ഇനിയിപ്പോൾ ഷാഫിയും സണ്ണി വക്കീലും കൂടി മന്ത്രിച്ച് കൊടുക്കേണ്ടി വരും ചരട് ശൈലജയ്ക്ക് ഉറങ്ങണമെങ്കിൽ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും പെട്ട് ഇപ്പം എന്തായി, അവസാനം മെയ് 4 കഴിഞ്ഞാൽ ശൈലജ 3ാം സ്ഥാനത്തേക്ക് വരും. ശൈലജ ചിലപ്പം താഴോട്ട് പോകും, അതിലും താഴോട്ട് പോകും. പക്ഷേ നമ്മളെ ചിറ്റപ്പൻ 2ാം സ്ഥാനത്തേക്ക് എത്തും. മനസ്സിലായില്ലേ? അപ്പോൾ ചിറ്റപ്പൻ ഇനി 2ാം സ്ഥാനത്തേക്ക് വരും. ചിലപ്പോൾ ചിറ്റപ്പൻ 1ാം സ്ഥാനത്തേക്ക് പോകാനും സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കണേ. പിണറായി ഒന്ന് താഴോട്ട് വരാൻ സാധ്യത ഉണ്ട്. ഗ്രാഫ് കുത്തനെ ഇടിയാണെന്നാണ് പറയുന്നത്. ഗോവിന്ദനും ചിറ്റപ്പനും ഒക്കെ മുന്നിലോട്ട് പോകും. ശൈലജ പിണറായി വിജയൻ ടീം ബാക്കിലോട്ട് പോകും എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. സഖാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർ ശരിയാവില്ല എന്നാണ് സഖാക്കൾ പറയുന്നത്.